2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മുന്നൊരുക്കങ്ങൾ നടത്തി തുടങ്ങി. കോൺഗ്രസിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ മത്സരിച്ചവർക്ക് CPM വീണ്ടും സീറ്റ് കൊടുക്കുന്ന ശീലമില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ അതിന് ചെറിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ CPMൻ്റെ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കും. ബാക്കിയുള്ളിടത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, പഴമയും പുതുമയും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് CPM പുറത്ത് ഇറക്കിയിരിക്കുന്നത്, അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഴമയും പുതുമയും ഒരുമിച്ച് ചേരുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ്. അത് അനുസരിച്ചാണെങ്കിൽ കോഴിക്കോട് നോർത്തിൽ MP-യായ AA റഹീം മത്സരിക്കും. DYFIയുടെ സമുന്നത നേതാവായ AA റഹീം. മറ്റൊരു സ്ഥാനാർത്ഥി ചിന്ത ജെറോമാണ്. ചിന്ത ജെറോം കുണ്ടറയിൽ നിന്നോ തൃക്കാക്കരയിൽ നിന്നോ മത്സരിക്കും. ചിന്ത ജെറോം ഇപ്പോൾ യുവജനക്ഷേമ വകുപ്പ് അധ്യക്ഷയാണ്. മറ്റൊന്ന് B വസീഫാണ്. അദ്ദേഹം പെരിന്തൽമണ്ണയിൽ മത്സരിക്കും. മറ്റൊരു സ്ഥാനാർത്ഥി CK സനോജാണ്. അദ്ദേഹം മത്സരിക്കുന്നത് ഗുരുവായൂരിൽ. ഇനിയുള്ളത് പഴയ മുഖങ്ങളാണ്. പഴയ മുഖങ്ങളിൽ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കും തളിപ്പറമ്പിൽ നിന്ന്. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് തന്നെ ജനവിധി തേടും. വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കും. KK ശൈലജ മട്ടന്നൂരിൽ മത്സരിക്കും. P സരിൻ വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി P സരിൻ പാലക്കാട് നിന്ന് മത്സരിച്ചാൽ പാലക്കാടൻ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാമെന്ന് CPM കരുതുന്നു. മറ്റൊന്ന് P രാജീവാണ്. രാജീവ് കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കും. മറ്റൊരു സ്ഥാനാർത്ഥി ജെയ്ക്ക് C തോമസ് ആണ്. ഉമ്മൻചാണ്ടിയുമായി മത്സരിച്ച് നിരന്തരം പരാജയപ്പെട്ട ജെയ്ക്ക് C തോമസ്. അദ്ദേഹം കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ RSP CPMൻ്റെ ഭാഗമായാൽ ജെയ്ക്കിന് സീറ്റ് നഷ്ടപ്പെടും. ക്യാപ്റ്റനായ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് മത്സരിക്കും. CPMന് വേണ്ടി നിയമസഭയിൽ മത്സരിക്കുന്ന മറ്റൊരു പുതുമുഖം ആര്യ രാജേന്ദ്രനാണ്. നേമത്താണ് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്തെ നേമത്താണ് ആര്യ രാജേന്ദ്രൻ മത്സരിക്കുക. ഇത്രയും പേരുടെ ലിസ്റ്റാണ് CPM അനൗദ്യോഗികമായി പുറത്ത് വിട്ടിരിക്കുന്നത്. ശക്തമായ ഒരു മത്സരത്തിന് തന്നെ CPM തയ്യാറെടുക്കുന്നു. തുടർഭരണം എന്നത് അവരുടെ സ്വപ്നമാണ്. തുടർഭരണം നേടുക എന്നത് അവരുടെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും അവർ തിരയുന്നു. ഇനി മുഖ്യമന്ത്രിയാകാൻ താനില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും അദ്ദേഹം തന്നെയാകും LDFനെ നയിക്കുക. അതാണ് CPMൻ്റെ വലിയൊരു തന്ത്രം. ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ വീണ്ടും മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പക്ഷേ വന്നേക്കാം. KK ശൈലജ മട്ടന്നൂരിൽ വീണ്ടും മത്സരിക്കുന്നത് ശ്രദ്ധേയം. KK ശൈലജയിലൂടെ CPMൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന അജണ്ട നടപ്പാക്കുകയും ചെയ്യും. എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 2 പേരുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്: ഗോവിന്ദൻ മാസ്റ്ററിലും നമ്മുടെ ശൈലജ ടീച്ചറിലും. ഈ 2 പേരുകൾ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള പേരുകളാണ്. എന്തായാലും പഴമയ്ക്കും പുതുമയ്ക്കും ഇടം നൽകിക്കൊണ്ടുള്ള
ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് CPM പുറത്തിറക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തം. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് 2 തവണ മത്സരിച്ച് ജയിച്ച MLA-മാർ വീണ്ടും മത്സരിക്കുമെന്ന് CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കും. പാറശാലയിൽ CK ഹരീന്ദ്രൻ, നെയ്യാറ്റിൻകരയിൽ ആൻസലൻ, അരുവിക്കരയിൽ സ്റ്റീഫൻ, വാമനപുരത്ത് DK മുരളി തുടങ്ങിയവരൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകും വീണ്ടും.